നമുക്ക് ഇൻട്രാഡേ മാർക്കറ്റ് ഇൻസൈറ്റ് നോക്കിയാലോ, അതുപോലെ നാളത്തേക്കുള്ള വാച്ച് ലിസ്റ്റ് കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് തേജസ് നെറ്റ്. 2 ദിവസം കൊണ്ട് തന്നെ വന്ന മൂവ് ഓൾമോസ്റ്റ് 38% ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇൻട്രാഡേ ടൂള് തലേ ദിവസം തന്നെ ഒരുപാട് അനാലിസിസ് ഒന്നും ചെയ്യാതെ തന്നെ രാവിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്ത് സ്ട്രോങ് സ്റ്റോക്കുകൾ കാണിച്ചു തരുന്ന ഒരു ടൂളാണ്. മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ചില സമയത്ത് അടുത്ത ദിവസങ്ങളിലേക്ക് കൂടി ട്രേഡ് സാധ്യമാവാറുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഈ സ്കാനറിൽ ആദ്യം തന്നെ ഇൻട്രാഡേ സെന്റിമെന്റ്സ് മനസ്സിലാക്കാം. അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ മൂവുകൾ വന്ന സ്റ്റോക്കുകളാണ് ഈ കാണുന്നത്. ഈ ഹിസ്റ്ററി നോക്കിയാൽ ഇന്ന് ഈ സ്റ്റോക്ക് സ്കാനറിൽ ആദ്യമായി വന്ന സമയവും ട്രിഗേർഡ് പ്രൈസും കാണിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രീൻ ഡോട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സ്റ്റോക്ക് സ്കാനറിൽ ഉണ്ടായിരുന്നു എന്നും കൂടി നമുക്കറിയാം. അങ്ങനെ വന്നിരുന്നെങ്കിൽ ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ നല്ലൊരു മൂവ് വരാൻ ചാൻസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഈ സ്റ്റോക്കിലുള്ള ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി നമുക്ക് ഈ കാണുന്ന ഗ്രീൻ ബാറുകൾ നോക്കി മനസ്സിലാക്കാം. ഈ ബാറുകളായിരിക്കും അടുത്ത ദിവസം ഈ സ്റ്റോക്കിന്റെ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നത്. ഈ കാണുന്ന ഫിൻ കേബിൾസ് നോക്കിയാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത് സ്കാനറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാർട്ടിൽ നോക്കി നമുക്ക് കാണാം ഇത് ഓൾറെഡി വന്ന മൂവ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് തേജസ് നെറ്റ്. 2 ദിവസം കൊണ്ട് തന്നെ വന്ന മൂവ് ഓൾമോസ്റ്റ് 38% ആണ്. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.